ഹോസ്പിറ്റലുകളുടെ അനാസ്ഥ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ പുതിയൊരു വാർത്തയൊന്നുമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൽ അപ്പുറമാണ് സംഗതികൾ. ഞാൻ പറഞ്ഞു വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞിൻ്റെ കൈവിരൽ ശസ്ത്രക്രിയക്ക് പകരം നാക്ക് ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നടന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഒരു സ്ത്രീയുടെ വയറ് ശസ്ത്രക്രിയ ചെയ്ത സമയത്തെന്തോ അപാകത പറ്റി, അതിനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പം ഇത്തരം പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു ജീവൻ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ആളുടെ ഭാവി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലോ ജീവനിലോ ആശങ്കപ്പെട്ടിട്ടാണ് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഹോസ്പിറ്റലിലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാതെ അതല്ലാതെ അവരുടെ ജീവനെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവി നഷ്ടത്തിലാക്കുന്ന, ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ അവരുടെ അടുത്തുനിന്ന് വരിക എന്ന് പറയുന്നത് വീഴ്ച തന്നെയാണത്. അതിനെത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല, അത് വീഴ്ച തന്നെയാണ്. അപ്പം അതിനെ എതിർക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടി വരും, അതിൽ വാസ്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അവിടുത്തെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഇപ്പം പത്രത്തിൽ കണ്ടു. അപ്പോൾ എന്തായിരുന്നാലും നല്ല തീരുമാനം. അപ്പം അത്തരം നടപടികൾ ഉണ്ടാവട്ടെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ എന്നുള്ളത് അതൊരു നമുക്ക് പ്രത്യാശയ്ക്ക് വകയുള്ള ഒരു സംഭവമാണ്. എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഇപ്പം യൂത്ത് ലീഗൊക്കെ അതിനെതിരെ സമരം ചെയ്തിരുന്നു. അത് നല്ല കാര്യമാണ്. അപ്പം അത്തരം സമരങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇത്തരം മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഇത്തരം കളികൾക്ക് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. ഓക്കെ.